ലേവ്യർ 1-ാം അധ്യായം. കർത്താവ് മോശയെ വിളിച്ചു. അവിടുന്ന് സമാഗമകൂടാരത്തിൽ നിന്ന് അവനോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് പ്രഖ്യാപിച്ച് നീ അവരോട് പറയുക, നിങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ കർത്താവിന് കാഴ്ചവസ്തു അർപ്പിക്കുമ്പോൾ മൃഗഗണത്തിൽ നിന്ന്, അതായത് കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻപറ്റത്തിൽ നിന്നോ നിങ്ങളുടെ കാഴ്ചവസ്തു അർപ്പിക്കണം. അവൻ്റെ കാഴ്ചവസ്തു ഹോമയാഗമാണെങ്കിൽ കാലിക്കൂട്ടത്തിൽ നിന്ന് തികവുറ്റ ഒരു ആണിനെ ആയിരിക്കണം അവൻ സമർപ്പിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രീതികരമാകുന്നതിന് അതിനെ സമാഗമകൂടാരവാതിൽക്കൽ സമർപ്പിക്കട്ടെ. ഹോമയാഗമൃഗത്തിൻ്റെ തലയിൽ അവൻ തൻ്റെ കൈ വയ്ക്കണം. അവനെ പ്രതി പരിഹാരത്തിനായി അത് അവിടുത്തേക്ക് സ്വീകാര്യമായിരിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ കിടാവിനെ അറക്കണം. അഹറോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ രക്തം സമർപ്പിക്കണം. അവൻ സമാഗമകൂടാരവാതിൽക്കലുള്ള ബലിപീഠത്തിന്മേൽ ചുറ്റും രക്തം തളിക്കണം. ഹോമയാഗമൃഗത്തെ തോലുരിഞ്ഞ് അതിനെ കഷണങ്ങളായി മുറിക്കണം. പുരോഹിതനായ അഹറോൻ്റെ പുത്രന്മാർ ബലിപീഠത്തിന്മേൽ തീ കൂട്ടണം. അഗ്നിക്കുമീതെ വിറകെടുക്കണം. അഹറോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിന്മേലുള്ള അഗ്നിയുടെ മുകളിലെ വിറകുകളിന്മേൽ മാംസക്കഷണങ്ങളും തലയും കൊഴുപ്പും സജ്ജീകരിക്കണം. അതിൻ്റെ അന്തർഭാഗവും കാൽവണ്ണകളും വെള്ളം കൊണ്ട് അവൻ കഴുകണം. അനന്തരം പുരോഹിതൻ സകലതും ഹോമയാഗമായി ബലിപീഠത്തിൽ ധൂമിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള പരിമള സുഗന്ധാർപ്പണമാണത്. ആട്ടിൻകൂട്ടത്തിൽ നിന്നാണ് അവൻ്റെ കാഴ്ചവസ്തുവെങ്കിൽ ഹോമയാഗത്തിനുള്ളത് ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ആയിരിക്കണം. അവൻ സമർപ്പിക്കുന്നത് തികവുറ്റ മുട്ടനെയായിരിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ബലിപീഠത്തിൻ്റെ വടക്കുവശത്ത് അവൻ അതിനെ അറക്കണം. അഹറോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അതിനെയും അതിൻ്റെ തലയും അതിൻ്റെ കൊഴുപ്പും അവൻ കഷണങ്ങളായി മുറിക്കണം. ബലിപീഠത്തിന്മേൽ അഗ്നിക്കുമീതെയുള്ള വിറകിന്മേൽ പുരോഹിതൻ അവ സജ്ജീകരിക്കണം. അന്തർഭാഗവും കാൽവണ്ണകളും അവൻ വെള്ളം കൊണ്ട് കഴുകണം. അനന്തരം പുരോഹിതൻ സകലതും സമർപ്പിച്ച് ബലിപീഠത്തിൽ ധൂമിക്കണം. അത് ഹോമയാഗമാണ്, കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം. കർത്താവിനുള്ള അവൻ്റെ കാഴ്ചവസ്തു പക്ഷിവർഗത്തിൽ നിന്നുള്ള ഹോമയാഗമാണെങ്കിൽ അവൻ തൻ്റെ കാഴ്ചവസ്തു ചെങ്ങാലികളിൽ നിന്നോ പ്രാവിൻ കുഞ്ഞുങ്ങളിൽ നിന്നോ കൊണ്ടുവരണം. പുരോഹിതൻ അതിനെ ബലിപീഠത്തിങ്കൽ കൊണ്ടുവരണം. അതിൻ്റെ തല പിരിച്ചെടുത്ത് ബലിപീഠത്തിൽ ധൂമിക്കണം. അതിൻ്റെ രക്തം ബലിപീഠഭിത്തിമേൽ ഊറ്റിയൊഴിക്കണം. അവൻ അതിൻ്റെ കണ്ഠസഞ്ചി തുവലുകളോടൊപ്പം പറിച്ച് അത് ബലിപീഠത്തിന് സമീപം കിഴക്കോട്ട് നെയ്ച്ചാര സ്ഥലത്തേക്ക് ഇടണം. അതിൻ്റെ ചിറകുകളോടൊപ്പം അവൻ അതിനെ കീറണം, എന്നാൽ വേർപെടുത്തരുത്. പുരോഹിതൻ അതിനെ അഗ്നിക്കുമേലുള്ള വിറകുകളിന്മേൽ ബലിപീഠത്തിൽ ധൂമിക്കണം. അത് ഹോമയാഗമാണ്, കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം. ലേവ്യർ 2-ാം അധ്യായം. ഒരാൾ കർത്താവിന് ധാന്യക്കാഴ്ച അർപ്പിക്കുമ്പോൾ നേരിയ മാവ് ആയിരിക്കണം അവൻ്റെ കാഴ്ചവസ്തു. അവൻ അതിന്മേൽ എണ്ണയൊഴിക്കണം. അതിന്മേൽ കുന്തുരുക്കമിടുകയും വേണം. അഹറോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ പക്കൽ അവൻ അത് കൊണ്ടു ചെല്ലണം. അവിടെ വച്ച് പുരോഹിതൻ അതിൻ്റെ നേരിയ മാവിൽ നിന്നും എണ്ണയിൽ നിന്നും കുന്തുരുക്കം മുഴുവനോടും കൂടെ തൻ്റെ കൈപ്പിടി നിറയെ കോരി അതിൻ്റെ സ്മരണാംശമായി ബലിപീഠത്തിൽ ധൂമിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമാണത്. ധാന്യയാഗത്തിൽ നിന്ന് കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ നിന്ന് അതിവിശുദ്ധ വസ്തുവായി ശേഷിക്കുന്നത് അഹറോനും അവൻ്റെ പുത്രന്മാർക്കുമുള്ളതാണ്. അടുപ്പിൽ ചുട്ട ധാന്യക്കാഴ്ചയാകുമ്പോൾ എണ്ണ ചേർത്ത നേരിയ മാവിൻ്റെ പുളിപ്പില്ലാത്ത വടകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടകളുമായിരിക്കണം നീ കാഴ്ചവെക്കുന്നത്. ചട്ടിയിലുള്ള ധാന്യക്കാഴ്ചയാണ് നിന്റെ കാഴ്ചവസ്തുവെങ്കിൽ അത് എണ്ണ ചേർത്ത
നേരിയ മാവിൻ്റെ പുളിപ്പില്ലാത്ത അപ്പമായിരിക്കണം. അതു നീ നുറുക്കുകളായി മുറിച്ച് അതിന്മേൽ എണ്ണയൊഴിക്കണം. അത് ധാന്യയാഗമാണ്. നിന്റെ കാഴ്ചവസ്തു വറചട്ടിയിലെ ധാന്യയാഗമാണെങ്കിൽ എണ്ണ ചേർത്ത നേരിയ മാവ് നീ ഉപയോഗിക്കണം. ഇവ കൊണ്ട് കർത്താവിനായി പാകപ്പെടുത്തിയ ധാന്യയാഗം നീ കൊണ്ടുവന്ന് പുരോഹിതൻ്റെ പക്കൽ സമർപ്പിക്കണം. അവൻ അത് ബലിപീഠത്തിങ്കലേക്ക് എത്തിക്കും. പുരോഹിതൻ ധാന്യയാഗത്തിൽ നിന്ന് അതിൻ്റെ സ്മരണാംശമുയർത്തി ബലിപീഠത്തിൽ ധൂമിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമാണത്. ധാന്യയാഗത്തിൽ നിന്ന് കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ നിന്ന് അതിവിശുദ്ധ വസ്തുവായി ശേഷിക്കുന്നത് അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കുമുള്ളതാണ്. കർത്താവിന് നിങ്ങൾ കാഴ്ചയർപ്പിക്കുന്ന ധാന്യസമർപ്പണമൊന്നും പുളിപ്പു ചേർത്ത് ഉണ്ടാക്കപ്പെടരുത്. എന്തെന്നാൽ തേനാകട്ടെ പുളിപ്പാകട്ടെ അതിൽ നിന്നൊന്നും കർത്താവിന് നിങ്ങൾ അഗ്നിയിലുള്ള അർപ്പണമായി ധൂമിക്കാൻ പാടില്ല. ആദ്യ ഫലക്കാഴ്ച എന്ന നിലയിൽ അവ കർത്താവിന് നിങ്ങൾ സമർപ്പിച്ചുകൊള്ളുവിൻ. എന്നാൽ സുരഭില പരിമളമായി അവ ബലിപീഠത്തിങ്കിലേക്ക് ഉയരാതിരിക്കട്ടെ. നിന്റെ സകല ധാന്യക്കാഴ്ചകളും ഉപ്പുകൊണ്ട് നീ ലവണം ചേർക്കണം. നിന്റെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഉപ്പ് നിന്റെ ധാന്യയാഗത്തിൽ നിന്ന് നീ നീക്കം ചെയ്യരുത്. നിന്റെ ഓരോ കാഴ്ചവസ്തുവിലും നീ ഉപ്പ് സമർപ്പിക്കണം. ആദ്യഫലങ്ങളുടെ ധാന്യയാഗമാണ് കർത്താവിനു നീ കാഴ്ചവെക്കുന്നതെങ്കിൽ കതിർ തീയിലൊഴിഞ്ഞ് ഉതിർത്ത ധാന്യമണി നിന്റെ ആദ്യഫലങ്ങളുടെ ധാന്യയാഗമായി നീ കാഴ്ചവെക്കണം. അതിന്മേൽ നീ എണ്ണ ചേർക്കണം. അതിന്മേൽ കുന്തുരുക്കമിടുകയും വേണം. അത് ഒരു ധാന്യയാഗമാണ്. അതിൻ്റെ പൊടിയിൽ നിന്നും എണ്ണയിൽ നിന്നും അതിൻ്റെ സ്മരണാംശം കുന്തുരുക്കം മുഴുവനോടും കൂടെ പുരോഹിതൻ ധൂമിക്കണം. അത് കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണമാണ്.